KCL സീസൺ 2-ൽ ഇക്കുറി വിറപ്പിക്കാൻ ഇറങ്ങുകയാണ് തൃശ്ശൂരിന്റെ ചുണക്കുട്ടികൾ. തൃശ്ശൂർ ടൈറ്റൻസ് അവർ കഠിന പരിശീലനത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ട്രെയിനിങ് കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സിജോമോൻ ജോസഫ് ക്യാപ്റ്റൻ മൈക്ക് പിടിച്ചോളൂ, എന്നിട്ട് സംസാരിക്കാം. എന്താണ് തൃശ്ശൂർ ഇത്തവണ തേക്കിൻകാട് മൈതാനത്തേക്ക് നമ്മൾ കപ്പും കൊണ്ട് പോവോ? ഉറപ്പായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കൊരു ട്രോഫി എടുക്കാൻ പറ്റണം. ഇപ്രാവശ്യം തൃശ്ശൂർ ടൈറ്റൻസ് നല്ല ടീമാണ്. ഒരു 20 പ്ലേയേഴ്സിന്റെ സ്ക്വാഡ് ഉണ്ട്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് ഈ വർഷം ട്രോഫി എടുക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നു. ബാറ്റിംഗ് ആണ് ബോളിംഗ് ആണ് കൂടുതൽ ശക്തി, അല്ലെങ്കിൽ തുല്യമായിട്ട്? എല്ലാം ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും കവർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ 20 പ്ലേയേഴ്സിന് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് കവർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വർഷം ട്രോഫി എടുക്കും. ഓക്കെ ക്യാപ്റ്റൻ, ആരൊക്കെയാ നമ്മളൊന്ന് ടീം? കുറെ ആളുകളെ ഞങ്ങൾക്ക് അറിയാം. ഇതാ ഇമ്രാൻ, വരുൺ, ഷോൺ, ഇവരൊക്കെ നമ്മൾ കഴിഞ്ഞ രഞ്ജിയിൽ നമ്മൾ കണ്ട മുഖങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്ത് പുതിയ താരങ്ങളുണ്ട്, പഴയ താരങ്ങളൊക്കെ ഒരുപാട് ആളുകൾ, ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഈ സൈഡ്? ഞാൻ ഇവിടെ തുടങ്ങുന്നത് നമ്മുടെ ബോളിംഗ് കോച്ചാണ് ഷായിക്ക. ഒരുപാട് കേരളത്തിന് കളിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ സീനിയർ പ്ലെയർ ആണ്. നമ്മുടെ ബോളിംഗ് കോച്ചാണ്. നമ്മുടെ കീപ്പർ അർജുനയൊക്കെ. ഓക്കെ, നമുക്ക് 2 കീപ്പർമാരുണ്ട്. അപ്പൊ അതിലൊരു കീപ്പറാണ് അർജുനയൊക്കെ. നമ്മുടെ അടുത്ത കോച്ച് കെവിൻ ചേട്ടൻ അതുപോലെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പം ഇത് അജു പൗലോസ് നമ്മുടെ ഓപ്പണിംഗ് ബാറ്ററാണ്. ഇമ്രാൻ അറിയാലോ, ഇമ്രാൻ സൂപ്പർ സ്റ്റാർ ആണ്, അടുത്ത സൂപ്പർ സ്റ്റാർ ഇമ്രാൻ അഹമ്മദ്. അജുവിനെ കുറിച്ച് ഞാൻ നില കേട്ടു. രണ്ട് അജുവും പിന്നെ മറ്റു വേറൊരു ആളും കൂടെ ഉണ്ടല്ലോ, അരുൺ പോൾ. അൺഫോർച്യുനേറ്റ്ലി ഇഞ്ചോർഡ് ആയിട്ടൊന്ന് സർജറിക്ക് പോയി. ഈ 2 പേരുകളും നമ്മുടെ തലയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വരുൺ, ഈ 3 പേര് നമ്മുടെ രഞ്ജി ട്രോഫി സെമി ഫൈനൽസ് കളിച്ച് നമ്മുടെ അഭിമാന താരങ്ങളാണ്. നമ്മുടെ ഷോണ്, വരുൺ, ഇമ്രാൻ. നമ്മുടെ ടോപ്പ് വരുൺ നായനാർ എന്നുള്ള പേര് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വരുൺ കണ്ണൂരുകാരനാണെന്ന്. പക്ഷെ അടുത്താണ് അറിഞ്ഞത് വരുൺ കോഴിക്കോട്ടുകാരനാണെന്നുള്ളത്. കോഴിക്കോടാണ് താമസിക്കുന്നത് അല്ലേ? വരുൺ എങ്ങനെയുണ്ട്? നല്ല ഫീൽ, നല്ല ടീമുണ്ട് ഇവിടെ, നല്ല ബാറ്റ്സ്മാൻ, നല്ല ബോളേഴ്സ്, ഫുൾ നല്ല സപ്പോർട്ട് സ്റ്റാഫും ഉണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട് ക്യാമ്പ്. ഓക്കെ, ഇമ്രാനെ എന്താ? ഇമ്രാൻ മിണ്ടാതിരിക്കുക കേട്ടോ, തലയൊക്കെ തിരിച്ചിരിക്കുക. നമ്മളെ രഞ്ജി അന്ന് നമ്മൾ ആഘോഷിക്കാൻ തന്നെ ജസ്റ്റ് മിസ്സാണ്. ഇത്തവണ നമ്മൾ തകർത്താഘോഷിക്കും. ഇപ്രാവശ്യം നമ്മൾ അവിടെ എടുക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ ഇവിടെ എടുക്കുക. അതാണ് അടുത്ത. അപ്പൊ ഷോണ കവർ ചെയ്ത്, ഷോണ നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്ററാണ്. നമ്മുടെ 3 പേരുമാണ് നമ്മുടെ രഞ്ജി ട്രോഫി. നിങ്ങൾ തൃശ്ശൂരിന് മാത്രം ആയിരിക്കില്ല കേട്ടോ ആരാധകർ വരിക, ഷോണിന്റെ പേഴ്സണൽ ആരാധകർ ഇവിടുന്ന്. ഷോൺ ഫുൾ ഫാൻസ് ആണ് കേരളത്തിൽ. അപ്പൊ ആ ഷോണിന്റെ ഫാൻസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഷോണെ എങ്ങനെയാണ് കാര്യങ്ങള്? ഉഗ്രം ഉഷാറായിട്ട് പോകുന്നു. ടീമും നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും ഉഗ്രം പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. നീ മാച്ച് തുടങ്ങാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. സ്വന്തം നാട് അല്ലെ, സ്വന്തം ആരാധകര് എല്ലാവർക്കും മുന്നില് പൊളിക്കാൻ പോകല്ലേ നമ്മള്. കപ്പ് നേരെ അങ്ങ് തൃശ്ശൂർ അങ്ങ് കൊണ്ടുവെക്കും. അങ്ങ് വെക്കും നമ്മള്. പൂരമാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ഈ 2 പേരാണ് നമ്മുടെ ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മുടെ ഫിസിയോ ആദർശേട്ടൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു. ആദർശേട്ടൻ നമ്മുടെ ഫിസിയോ. ഇത് വൈശാഖ് നമ്മുടെ ട്രെയിനറാണ്. അപ്പോ വൈശാഖ് കോഴിക്കോട്, ആദർശേട്ടൻ ട്രിവാൻഡ്രം തന്നെയാണ്. ഫിസിക്കലി ഫിറ്റ് അല്ല എല്ലാരും? ഇത് നമ്മുടെ ഫീൽഡിംഗ് കോച്ചാണ്, നമ്മുടെ മണിച്ചാടൻ. അപ്പൊ എല്ലാം നമ്മുടെ ഫുൾ ആയിട്ട് നമ്മുടെ പല ടെക്നിക് ഉണ്ട്. ആകാശം മുട്ടി ക്യാച്ച് അടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പറന്ന് ഫീൽഡ് ചെയ്യും. കഠിന ഇതുവരെ കാണാത്ത ടൈപ്പ് ക്യാച്ച് പരിശീലനം കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായി ചെയ്യുന്നുണ്ട്. കാരണം ഒരു യങ് സൈഡ് ആയതുകൊണ്ട് തന്നെ വളരെ നന്നായി ഫീൽഡിംഗിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നമ്മുടെ ബാറ്റിംഗ് കോച്ചാണ് നമ്മുടെ വിനൻ ചേട്ടൻ. നമ്മുടെ ഒരുപാട് ബാറ്റിംഗിൽ ഹെൽപ്പ് ചെയ്യുന്ന കോച്ച്. 2 വർഷമായിട്ട് നമ്മുടെ ബാറ്റിംഗ് കോച്ചാണ്. അപ്പം നമ്മുടെ ബാറ്റേഴ്സിനെ പറ്റി ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ചു. നമ്മുടെ എമർജിംഗ് കേരളയിലെ 3 ടോപ്പ് ബാറ്റേഴ്സ് നമുക്കുണ്ട്, ലെഡ് ബൈ ടാക്ടിക്കലി ജീനിയസ് ക്യാപ്റ്റൻ. സോ വി ഹോപ്പ് ടു വിൻ ദ ട്രോഫി. ഞങ്ങൾ കുറച്ച് മുമ്പ് അവിടെ വെച്ച് സംസാരിച്ചപ്പോഴേ കോച്ചുമാർ തമ്മിലുള്ള ഒരു ചാറ്റിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരും കപ്പ് ആഗ്രഹിക്കേണ്ട, ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റനാണ്. ഇത് നമ്മുടെ ഇടുക്കിയിലെ തീബാറും ഫാസ്റ്റ് ബോളറാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സീസണിൽ ആലപ്പിക്കാണ് കളിച്ചത്. പക്ഷെ ഫസ്റ്റ് മാച്ചിൽ തീബാറിന്റെ സ്പെല്ലായിരുന്നു ആദ്യത്തെ ഒരു 3-4 മാച്ചിൽ എറിഞ്ഞത്. അപ്പൊ നമ്മൾ ഈ വർഷം വിളിച്ചെടുത്തേക്കുമാണ്. നമ്മളെ ഈ വർഷം ജയിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ഫാസ്റ്റ് ബോളറാണ് അല്ലേ, ഇടുക്കിയുടെ നമ്മുടെ സ്വന്തം ഫാസ്റ്റ് ബോളറാണ്. ഇത് നമ്മുടെ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ഓൾറൗണ്ടർ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ഓൾറൗണ്ടർ ആണ്. അപ്പം നമ്മുടെ ഒരു മെയിൻ പ്ലെയർ ആണ് അജനാസ്. ഇത് ആനന്ദ് കൃഷ്ണൻ നമുക്ക് വലിയ രഞ്ജി ട്രോഫി പ്ലെയർ ആണ്. കഴിഞ്ഞ വർഷം 100 ഒക്കെ അടിച്ചിട്ടുണ്ട് KCL. അപ്പൊ നമ്മുടെ ഒരു മെയിൻ ലീഡിംഗ് ഓപ്പണിംഗ് ബാറ്ററാണ്. ഇത് ഇച്ചിരി പൊക്കം കൂടുതലാണ്. ഇത് ലാസ്റ്റ് ഇയർ തൃശ്ശൂർ ടൈറ്റൻസിന്റെ പ്ലെയർ ആണ്. കുറെ വിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആദിത്യ വിനോദ്. എത്ര ഹൈറ്റ്? 6'4". ഓക്കെ, എത്ര പ്രായം തോന്നിക്കും? ഒരു
20. ഓക്കെ KCL തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആണ്. പ്രായം പറഞ്ഞോ? 17. അയ്യോ, രോഹിത് KR. ഈ പഠിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചു നടന്നാൽ ക്രിക്കറ്റ് കളിക്കണം, ഗംഭീരമാവട്ടെ. എങ്ങനെയുണ്ട് ചേട്ടന്മാരെ കൂടെ കളിക്കുമ്പോ? നല്ല എക്സ്പീരിയൻസ് ആണ്. ആ, വീട്ടുകാര് കളിക്കാനങ്ങ് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഓക്കെ, ഗംഭീരമാവട്ടെ. എവിടെയാ നാട്? എറണാകുളം. ഓക്കെ, പരിശീലനമൊക്കെ എവിടെയാ? ഞാൻ ഉമേഷ് ചോറ്റാനിക്കര. ഓക്കെ, ഇത് ഈ ടീമിന്റെ ഓൾ ഇൻ ഓൾ ആണ്. അമൽ രമേശ് നമ്മുടെ എന്റർടൈൻമെന്റ് കമ്മിറ്റി ഫുൾ ലീഡ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലാണ്, ഓൾറൗണ്ടറാണ്, ആലപ്പുഴക്കാരനാണ് അമൽ രമേശ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ കൊല്ലം സെയിൽസ് ചാമ്പ്യൻസ് ആയിരുന്നു. ആ ടീമിന്റെ ഭാഗമായിരുന്നു അമൽ രമേശ്. ഒരു ലക്കി ഫാക്ടർ നമ്മൾ എടുത്തേക്കാണ് അമൽ രമേശിനെ. നമ്മുടെ വൈസ് ക്യാപ്റ്റനാണ് അക്ഷയ് മനോഹർ. അപ്പോൾ അക്ഷയ് നമുക്കറിയാം, ഓൾറൗണ്ടറാണ്. അക്ഷയ് അറിയാന്ന് കുഴപ്പമില്ല. ഇത് നമ്മുടെ ഓപ്പണിംഗ് ബാറ്ററാണ് നമ്മുടെ വിഷ്ണു മേനോൻ രഞ്ജിത്ത്. നമ്മുടെ ഇപ്പോൾ ക്യാമ്പിലും പ്രാക്ടീസ് മാച്ചിലൊക്കെ ഒരു മാച്ചിൽ 100 ഒക്കെ അടിച്ച് 100 ഒക്കെ അടിച്ച് ഓപ്പണിംഗ് ഒക്കെ നല്ല കോൺഫിഡൻസ് നിൽക്കുവാണ്. അടിച്ച് തകർക്കുമെന്നാണ് പറയുന്നത് ഇപ്രാവശ്യം. അപ്പോൾ ഇത് നമ്മുടെ ഇഷാക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളറാണ് ഇഷാക്ക്. നമ്മുടെ മലപ്പുറംകാരനാണ്, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. ഇത് സിബിൻ, പുതിയ മുഖമാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പോകുന്ന നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയറാണ്, ഓൾറൗണ്ടറാണ് സിബിൻ. അപ്പോൾ നമ്മള് നമ്മുടെ ഒരു ഫാൻസിനെ ആകർഷിക്കുന്ന ഒരു ഇത് നമ്മുടെ ഒക്കെ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്നത് സീനിയർ, മോസ്റ്റ് സീനിയർ ആണ്. അപ്പം നമ്മുടെ മാസ്റ്റർ ആണ്, മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയത്തുള്ളൂ. അപ്പം വിനോദേട്ടനാണ്, കുറെ തന്ത്രങ്ങളും എല്ലാം ഉണ്ട്. വിനോദേട്ടാ ഇപ്പൊ എത്ര ഏജ്? എത്രയാ? 38. ഓക്കെ, അപ്പൊ ഒരു വലിയ ഏജ് ഒന്നും അല്ലല്ലോ. 38 എത്ര ആളുകൾ കളിക്കുന്നു? ഓക്കെ, എങ്ങനെയുണ്ട് പുതിയ പിള്ളേരോട് കളിക്കുമ്പോൾ? നല്ല ടീമാണ്. ഒരു ടീമിന് ആവശ്യമായ ഗ്രൗണ്ടിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ടീമിലുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ടീമാണ്. ഗണ്ണ് ടീമാണ് നമ്മള്. അടിപൊളി, പൂക്കുറ്റി പറക്കുന്നത് പോലെ നമ്മൾ സിക്സർ വർത്തിക്കും അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ അടുത്ത തൃശ്ശൂർക്കാരൻ ഫാസ്റ്റ് ബോളറാണ്, ഓപ്പണിംഗ് ഫാസ്റ്റ് ബോളറാണ്. നമ്മുടെ ഒരു ഫാസ്റ്റ് ബോളിംഗ് നയിക്കുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് ആതിഫ്. അപ്പം അങ്ങനെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റെല്ലാം കവറായി. ഇതാണ് നമ്മുടെ മാനേജർ അഫ്സൽ ഖാൻ. വെറ്ററൻ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. മറ്റൊരു ഞാൻ കണ്ടിട്ട് നമ്മുടെ വയനാട് വെറ്ററൻസ് ടീമിനൊപ്പം ഈ വർഷം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാൻ ചാൻസ്. ക്യാപ്റ്റൻ എന്തും തീരുമാനിക്കാം. ആതിഫ് അതുപോലെ കഴിഞ്ഞ നമ്മളെ രഞ്ജി ട്രോഫി ഫൈനൽ നടക്കുന്ന സമയത്ത് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വിദർഭ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ ഇരുന്ന് ടീമിന് വലിയ കയ്യടി കൊടുത്ത ആളാണ്. ഞാൻ അവിടെ ആ ഗാലറിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്ത് ആതിഫ് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. അറിയാം, ഞങ്ങൾ അന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു അന്ന് അല്ലേ? അപ്പം ഇത്തവണ എങ്ങനെയാണ്? ഒരു നമ്മളെന്തായാലും കപ്പടിക്കും. പോലെ തേക്കിൻകാട് മൈതാനത്തിൽ നമ്മൾ കപ്പ് കൊണ്ടു വെക്കണം, അതാണ് നമ്മളുടെ ആഗ്രഹം. നമുക്ക് ആ തൃശ്ശൂർ റൗണ്ടെന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടേ? ഓക്കെ ക്യാപ്റ്റൻ, മറ്റ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ എതിരാളികൾ വളരെ ശക്തരായിട്ടുള്ള ടീമുകളൊക്കെ ഉണ്ട്, പേരുകെട്ട പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. എന്താണ് തൃശ്ശൂരിന്റെ ഒരു ആകത്തുകയായുള്ള ഒരു സ്ട്രെങ്ത് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞതാണ്, നമുക്കൊരു 20 പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും കവേർഡ് ആണ്. നമുക്ക് നല്ല കുറെ ഓപ്പണേഴ്സ് ഉണ്ട്, നല്ല മിഡിൽ ഓർഡർ ബാറ്റേഴ്സ് ഉണ്ട്, നല്ല ഫിനിഷേഴ്സ് ഉണ്ട്, നല്ല സ്പിന്നേഴ്സ് ഉണ്ട്, നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ 20 പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. ഈ സിജോയെ കുറിച്ച് ഈ അടുത്ത് നമ്മളൊരു കാര്യം കേട്ടു, അതായത് ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലായത്. സിജോയാണ് പറയേണ്ടത്. അതായത് വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അക്കാഡമി കൊണ്ടാക്കി, എനിക്ക് എന്റെ അമ്മയെ കാണണമെന്നും പറഞ്ഞ് അല്ലേ ക്യാമ്പ് നിർത്തി. അതൊക്കെ പഴയ ഒത്തിരി അറിയായിരുന്നോ? ഓക്കെ, അതൊരു 15 വർഷമായിട്ടുള്ള കേൾക്കുന്ന കഥയാണ്. അത് നമുക്ക് ആ കഥ മാറ്റി പിടിക്കാം. പുതിയ കഥകളുടെ പുതിയ കഥകൾ ഇറക്കാൻ. ഓക്കെ, എന്തായാലും തൃശ്ശൂർ ഗംഭീര ടീമാണ് കേട്ടോ. ഇനി നമ്മൾ പല അഭിമുഖങ്ങൾ പല ടീമുകാർ സംസാരിച്ചപ്പോൾ ഇതൊരു ഗണ്ണ് ടീമാണ്, ഒരേ വൈബുള്ള ഒരു ടീമാണ്. ഗംഭീരമാട്ടെ. എന്തായാലും ഒരു പൂരം തന്നെ തിരുവനന്തപുരത്ത് തൃശ്ശൂർ ടൈറ്റൻസിന്റെ ഒരു പൂരം അത് കാണട്ടെ.